ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തൊക്കെയാണ് വിശേഷങ്ങള്? നാട്ടില് നല്ല മഴയാണെങ്കിൽ ഇവിടെ നല്ല ചൂടാണ്. ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഈ പ്രാവശ്യം. അപ്പൊ രാവിലെ കുക്കിംഗ് ഒക്കെ ഒതുക്കിയാലേ വലിയ ചൂടില്ലാതെ കിച്ചണിൽ നിന്ന് രക്ഷപ്പെടാലോ. അപ്പൊ ഇങ്ങനെ ഞാനിങ്ങനെ മൊബൈലിൽ ഒരു പാട്ട് ഒക്കെ വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ സിനിമ ഇടും. അങ്ങനെ എന്തെങ്കിലും പഴയ ജയറാമിന്റെ മൂവീസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തെങ്കിലും പഴയ മൂവീസ് ഒക്കെ ഇട്ടിട്ട് ആണ് കുക്ക് ചെയ്യാൻ കയറുക. അപ്പം ഞാൻ ഇങ്ങനെ ലയിച്ച് കാണണമെന്നില്ല. ചിലപ്പോൾ ഞാൻ ഒരു സിനിമ തന്നെ 10 പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. ഈ മാസം തന്നെ ചിലപ്പോൾ ഞാൻ ഒരു 5 പ്രാവശ്യം കണ്ട സിനിമയായിരിക്കും വീണ്ടും വീണ്ടും പ്ലേ ചെയ്യുന്നത്. എന്നാലും എനിക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ എന്തെങ്കിലും സൗണ്ട് ഇങ്ങനെ കേൾക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഒന്നെങ്കിൽ പാട്ടിടും അല്ലെങ്കിൽ ഇതുപോലെ സിനിമ ഇടും. എന്നിട്ടായിരിക്കും കുക്ക് ചെയ്യാൻ കയറുക. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇവിടെ ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഒന്ന് ക്ലീൻ ആക്കുകയും കുക്കിങ്ങും കൂടി ചെയ്തങ്ങ് മാറാമെന്ന് വിചാരിച്ച്. നേരത്തെ പണി തീർത്താൽ ചൂടിന്ന് രക്ഷപ്പെടാം. കിച്ചണൊക്കെ ആകുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ, രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പം നമ്മൾ പോയി മേടിച്ച കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് സവാളയൊക്കെ അരിഞ്ഞ് ഒന്ന് മിക്സാക്കി ഇനി ഒന്ന് റെഡിയാക്കാൻ വെക്കണം. ഇപ്പം പക്ഷെ ഞാൻ സിനിമയും പാട്ടും ഒന്നുമല്ല, ഞാൻ യൂട്യൂബിൽ ന്യൂസാണ് കേൾക്കുന്നത്. എന്തൊക്കെയാണ് നാട്ടിലെ വിശേഷങ്ങൾ എന്നൊക്കെ അറിയാലോ. അങ്ങനെ ന്യൂസൊക്കെ കേൾക്കുവാണ്. അപ്പം പെട്ടെന്ന് തന്നെ എല്ലാം ഒന്ന് കുക്ക് ചെയ്ത് ഒതുക്കിയിട്ടേ രാവിലെ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പം തന്നെ കുക്ക് ചെയ്യാൻ കയറി. സാധാരണ ഞാൻ ഒരു 11:30 മണിയൊക്കെ സമയമാകുമ്പോഴായിരിക്കും ലഞ്ചിനുള്ള കുക്ക് ചെയ്യാൻ കയറുന്നത്. പിന്നെ രാവിലത്തെ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഏകദേശം എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിയാറായി. ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടി വെച്ചു, ചോറ് വെച്ചിട്ടുണ്ട്. ഇനിയൊന്ന് സോയ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊന്ന് സോയ ഫ്രൈ ആക്കി എടുക്കണം. അങ്ങനെയൊക്കെ കുറച്ച് പണികളേ ഉള്ളൂ. കിച്ചണൊക്കെ ഒന്ന് പെട്ടെന്ന് വൃത്തിയാക്കിയിട്ടാലേ അത്രേ ഒതുങ്ങുമല്ലോ. ഈ കിച്ചണിലെ നേരത്തെ ഈ ഒറ്റ സ്ലാബേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നുള്ളത് വാഷിംഗ് ഏരിയയില്ലേ, വാഷ് ബേസൺ, അവിടെ സ്ലാബ് പ്രത്യേകിച്ചില്ല. അപ്പം ഞാനൊരു ചെറിയ ടീപ്പോ എടുത്ത് വെച്ചിട്ട് അതിന് മുകളിലായിരുന്നു പാത്രം കഴുകി വെക്കാറ്. അതിനൊരു സൊല്യൂഷനൊക്കെ ആയിട്ട് അവിടെ ഒരു സ്ലാബൊക്കെ കിട്ടി. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാത്രം കഴുകി വെക്കാനും നീറ്റാക്കി ഇടാനും ഒക്കെ കുറച്ചുകൂടി ഈസിയായി. അങ്ങനെ അതൊക്കെ സെറ്റാക്കി ഞാൻ ചോറിൻ്റെ വേവൊക്കെ നോക്കിയതാണ് ഇടയ്ക്ക്. പണ്ട് ഞാൻ കുക്ക് ചെയ്യാൻ മടിച്ചായിരുന്നു. എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്കറിയാവുന്നത് ആകെ തീയലും രസവും വെക്കാനായിരുന്നു, പുളിശ്ശേരി, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളായിരുന്നു. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ കുക്ക് ചെയ്യും. വലിയ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ കഴിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ കുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് കിച്ചണിൽ അധികം നേരം നിൽക്കുന്നത് ഇഷ്ടമല്ല, ഒന്നാമത്. പിന്നെ ഇവിടെ ചൂടും കൂടി കൂടുതലായതുകൊണ്ട് ഒട്ടും ഇഷ്ടമായിരിക്കില്ല നിൽക്കാന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഈ പാട്ട് വെക്കുവോ ന്യൂസ് കേൾക്കുവോ എന്തെങ്കിലും ഒരു സിനിമ എന്തെങ്കിലും ഇട്ടിട്ടായിരിക്കും ഞാൻ ഈ കുക്ക് ചെയ്യാൻ കയറുന്നത്. അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഞാൻ വേഗം കിച്ചണിൽ നിന്ന് മാറും. എനിക്ക് കൂടുതൽ സമയം നിൽക്കാനുള്ള ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരുപാട് നേരം ടൈം എടുത്ത് കുക്ക് ചെയ്യാറില്ല. ഞാൻ പെട്ടെന്ന് ഇപ്പൊ തോരനെ വെക്കുന്നെങ്കിൽ പെട്ടെന്ന് ഞാൻ തോരൻ കട്ട് ചെയ്ത് പെട്ടെന്ന് തോരനൊക്കെ റെഡിയാക്കി പാത്രവും കഴുകി മാറി പെട്ടെന്ന് ഞാൻ അങ്ങ് ഒതുക്കും അത്. പിന്നത്തേക്ക് ഇപ്പൊ തോരൻ വെച്ചിട്ട് അടുത്ത കറി കുറച്ച് അങ്ങോട്ട് സമയമൊന്നും ആയില്ലല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാന്ന് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ഇന്ന് ഉച്ചയ്ക്ക് ഇന്നതൊക്കെ ഉണ്ടാക്കാം, അപ്പൊ ഇന്നതൊക്കെ എടുത്ത് വെക്കാം എന്ന് പറഞ്ഞിട്ടായിരിക്കും ഉച്ചക്കത്തേക്ക് ഉള്ളതെല്ലാം പ്ലാൻ ചെയ്ത് വെക്കും. രാവിലെ എണീക്കുമ്പോഴേ ഇന്നത് ആക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ അങ്ങ് പോകും. ഞാൻ സോയ കുറച്ച് വലുതായിരുന്നു. സാധാരണ എപ്പോഴും ഈ കുഞ്ഞു സോയയില്ലേ അതാ മേടിക്കാറ്. കുഞ്ഞിങ്ങനെ ബോൾസ് പോലെ കിടക്കില്ലേ, ഇത് കുറച്ച് വലുതായിരുന്നു. അപ്പം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊന്ന് നന്നായിട്ട് വെള്ളത്തിയിട്ടതല്ലേ, നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഒന്ന് വേറെ പ്ലേറ്റിലേക്കൊക്കെ മാറ്റി. ഈ സോയ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കൂടുതലും ഇവിടെ ഫ്രൈ ആക്കാറ്, കറി വെക്കുന്നത് കുറവാണ്. കറി വെച്ചാൽ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ കൂടുതൽ ഈ ഫ്രൈ പോലെ ആക്കി എടുക്കും. അപ്പം നല്ല രസമാണ്. പ്രത്യേകിച്ച് ഈ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെങ്കിലേ നല്ല രസമാണ് ഈ സോയ ഫ്രൈ കഴിക്കാൻ. ഞാൻ അങ്ങനെ തേങ്ങാക്കൊത്തൊന്നും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ സജീവമാകുമെന്ന് പ്രഖ്യാപിച്ചാണ് വീണ ജോസഫ്
കൊല്ലുവാനാണ്. നോക്ക്, അവൻ ഇറന്തിയാണ്. അപ്പൊ അവനെ കൊന്ന്, അവന്റെ കല്ല. അപ്പൊ അവൻ അങ്ങനെ വെട്ടി കൊന്നു. കൊള്ളാട്ടോ. ഇടയ്ക്ക് ഞാൻ കല്യാണം എന്തെടുക്കുക, സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലായിരുന്നു റൂമിൽ നിന്ന്. അപ്പൊ ഞാൻ വന്ന് പോയി നോക്കിയപ്പോഴത്തേക്ക് ആള് പടം വരെയായിരുന്നു. അപ്പൊ വരച്ച പടം എന്നെ കാണിച്ചു തന്നതാ. അമ്മ, ഞാൻ വരച്ചത് സ്പ്രങ്കിയാണ്, എന്തോ ഒരു കാർട്ടൂണാ. അപ്പൊ അതിനകത്ത് സ്പ്രങ്കി എന്തോ ചെയ്തു, അതാണ് ആള് വരച്ചത്. ആള് നമുക്ക് വിവരിച്ചു തന്നതാണ്. അവള് വരച്ചത് ഇന്നതാണ്, ഇങ്ങനെ അത് ചെയ്തു എന്നാണ് വരച്ചത് എന്നാണ് ആൾ ഈ പറഞ്ഞത് ഫുള്ള്. കല്യാണിക്കുട്ടിക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ പേപ്പർ കിട്ടിയാലും പടം വരയ്ക്കും. കല്യാണിക്ക് കല്യാണി ചെറുതിലെ എഴുതാൻ പഠിച്ച 2 വാക്കായിരുന്നു അമ്മ എന്ന്. AMMA, അമ്മ എന്ന് എഴുതും. അതുപോലെ മനു, MANU, മനു. ഇതായിരിക്കും ആള് നന്നായിട്ട്. പിന്നെ അനു എന്ന് എഴുതാൻ അറിയാം. അനുഗ്രഹ ഷോർട്ട് ആക്കിയിട്ട് അനു എന്ന് എഴുതും, ANU. അപ്പം ഇത് എപ്പോഴും എന്ത് പേപ്പർ കിട്ടിയാലും ഒരു 3 പടം വരയ്ക്കും. എന്നിട്ട് മനു എന്ന് എഴുതും, അമ്മ എന്ന് എഴുതും, അനു എന്ന് എഴുതും. എന്നിട്ട് നമ്മളോട് ഒന്ന് പറയും, ഇത് പപ്പ, ഇത് അമ്മ, ഇത് കല്യാണി. അമ്മ കല്യാണിക്ക് ഐ ലവ് യു തന്നു, പപ്പ കല്യാണിക്ക് ഐ ലവ് യു തന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഐ ലവ് യുവിൻ്റെ ഒരു സിമ്പിളൊക്കെ വരച്ചു വെക്കും. അങ്ങനെയൊക്കെ എപ്പോഴും പടം വരയ്ക്കും. നമ്മളിനിയിപ്പോൾ ഒന്ന് വഴക്ക് പറഞ്ഞാലോ, ഇതുപോലെ സെയിം ആയിട്ട് പടം വരച്ചിട്ട് അമ്മയും പപ്പയും ദൂരെയാക്കി വെച്ചിട്ട് കല്യാണി ഇങ്ങനെ മാറി നിൽക്കുന്ന രീതി വെക്കും. എന്നിട്ട് കല്യാണി കരയും. എന്നിട്ട് നമ്മളോട് പറയും, പപ്പ അമ്മ വഴക്ക് പറഞ്ഞു, പപ്പയ്ക്കും അമ്മയ്ക്കും കല്യാണി ഇഷ്ടമല്ല, അതുകൊണ്ട് കല്യാണി കരയുക, അതാ വരച്ചതെന്ന് പറയും. അയാൾക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന പേപ്പറിലൊക്കെ നേരത്തെ ഭിത്തിയിലൊക്കെ ആയിരുന്നു വരയ്ക്കുന്നത്. ഭിത്തിയൊക്കെ നമ്മളൊന്ന് പെയിന്റ് അടിച്ചപ്പോഴത്തേക്ക് അത് കുറച്ചൊന്ന് കുറഞ്ഞു. എന്നാലും വലിയ കുറവൊന്നുമില്ല, എന്നാലും കുറച്ച് കുറഞ്ഞു. ഇപ്പൊ പേപ്പറിലിരുന്നങ്ങ് വരച്ചോളൂ. റൂമിലിരുത്തിയിട്ടേ ഇടയ്ക്ക് റൂമിൽ നിന്ന് സൗണ്ട് ഒന്നും കേട്ടില്ലെങ്കിൽ നമ്മൾ പോയി നോക്കണമല്ലോ, എന്തെടുക്കെന്ന് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ഒന്ന് പോയി നോക്കിയപ്പോഴാണ് ഈ പടം വരയ്ക്കുന്നത് കണ്ടത്. ആളിങ്ങനെ പറയും, ഞാൻ നേരത്തെ ഇങ്ങനെ ക്യാൻവാസ് ഒക്കെ മേടിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുമായിരുന്നു. ആ സമയത്ത് പറയും അവൾക്കും അതിൽ വരയ്ക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ കുറേ A4 ഷീറ്റ് മേടിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളത് അപ്പോൾ എടുത്തെടുത്ത് വരയ്ക്കാമല്ലോ, ഇഷ്ടം പോലെ എടുത്ത് വരയ്ക്കാമല്ലോ. ഇത് ഞാൻ ഇടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയ സമയത്ത് നാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി മേടിച്ചതാണ്. പക്ഷെ ലഗേജ് കുറച്ച് കൂടുതലായതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. അങ്ങനെ അതൊക്കെ ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കാം. ഇത് റൂമിൽ ഹാങ് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോൾ കിച്ചണിൽ ഇപ്പം ഇവിടോട്ട് തൂക്കിയിടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി റൂമിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തതാണ്. കല്യാണി ചോറ് കഴിക്കാൻ മോരോ പുളിശ്ശേരിയോ അല്ലെങ്കിൽ മോരുകറിയോ എന്തെങ്കിലും വേണം. അപ്പോൾ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള ജീരകമൊക്കെ എടുക്കുന്നതാണ്, ജീരക ഉലുവയൊക്കെ. അപ്പോൾ തേങ്ങ അരയ്ക്കാമല്ലോ. തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കുറച്ച് ഉലുവയും കുറച്ച് ജീരകവും തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അപ്പോൾ തൈരൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് പെട്ടെന്ന് എല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. സോയ ഫ്രൈ ചെയ്യാനുള്ളത് ഒന്ന് മസാലയൊക്കെ പുരട്ടി വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു. ഇത് ഗരം മസാലയാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ഒരു കുറച്ച് നേരം വെക്കുമ്പോഴത്തേക്കേ കുറച്ച് ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് അപ്പോഴത്തേക്ക് പുളിശ്ശേരിയൊക്കെ റെഡി ആക്കിയിട്ടേ ഇതിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ഈ ഭരണിയില്ലേ, ഞാൻ ഫസ്റ്റ് സൗദി വന്ന സമയത്ത് 5 റിയാൽ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ഭരണിയായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു വൈറ്റും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്തോ എടുക്കാൻ പറ്റിയില്ല, വൈറ്റ്, ബ്ലാക്ക് മാത്രമേ എടുത്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി, ആ വൈറ്റും കൂടി വേണമായിരുന്നു, നല്ല ഭംഗിയായിരുന്നല്ലോ, ആയിരുന്നേക്കുമല്ലോ എന്ന്. അത് പോട്ടെ, എടുക്കാൻ പറ്റിയില്ലല്ലോ. പിന്നെ ഞാൻ കുറേ തപ്പി കിട്ടിയില്ല. അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ പുളിശ്ശേരിയും കൂടി അങ്ങ് വേഗം വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും കൂടുതൽ ഈ വെണ്ടയ്ക്ക പുളിശ്ശേരിയും വെള്ളരിക്ക പുളിശ്ശേരി ആയിരിക്കും എപ്പോഴും വെക്കുവാണെങ്കിൽ എപ്പോഴും വെണ്ടയ്ക്ക അല്ലെങ്കിൽ വെള്ളരിക്ക ആയിരിക്കും.
അങ്ങനെ അതൊന്ന് വഴറ്റി ഒക്കെ റെഡിയാക്കി. അപ്പോൾ ദേ നമ്മുടെ എന്താ സോയക്കുള്ള എന്താ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചിടാന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ളതാണ്, ഇത് സോയക്കുള്ളതാണ്. എല്ലാ പണിയും മിക്സ് ചെയ്ത് നടക്കുന്നത്. വെണ്ടയ്ക്ക അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും സോയ മസാല വരട്ടാൻ പോകുന്നത്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ടായിരിക്കും നടക്കാറ് എപ്പോഴും. ഇങ്ങനെ എപ്പോഴും വിചാരിക്കും ആദ്യം സോയയുടെ പണി തീർത്തിട്ട് അടുത്ത പണിയിലേക്ക് പോകാമെന്ന്. ഞാൻ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തീർക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും. വെണ്ടയ്ക്ക അരിഞ്ഞ് കഴിഞ്ഞിട്ട് അടുത്ത് എന്താണോ ഉണ്ടാക്കാൻ വെച്ചേക്കുന്നത് അതങ്ങ് അടുപ്പത്ത് വെക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കപ്പോഴും നടക്കാറ്. അങ്ങനെ എൻ്റെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് തൈരുമൊക്കെ ഒഴിച്ച് തൈര് ഒഴിച്ചാണ് അരച്ചത്. അങ്ങനെ പുളിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കല്യാണിക്ക് ഇതുപോലെ പുളിശ്ശേരിയോ മോരോ ഉണ്ടെങ്കിൽ കല്യാണി ചോറ് വയ്ക്കും, ഇല്ലെങ്കിൽ ചോറ് വയ്ക്കാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഇതേ എന്താ സോയയൊക്കെ ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു രസത്തിന് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കറിവേപ്പില ശരിക്കും ഞാൻ മേടിച്ചിട്ട് വന്നിട്ടേ ഫ്രിഡ്ജ് വെക്കാൻ മറന്നുപോയി, അതുകൊണ്ട് കുറച്ച് വാടിപ്പോയി. ഇത് സോയ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ സവാള അരിഞ്ഞതാണ്. പെട്ടെന്ന് ഒരു സവാളയൊക്കെ അരിഞ്ഞെടുത്ത് വേഗം തന്നെ റെഡിയാക്കാന്ന് വിചാരിച്ചു. എന്റെ വീട്ടിൽ കഴിക്കാൻ അവർ കാണിക്കും അല്ലേ അല്ലേ അമ്മ? അങ്ങനെ കുടിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കല്യാണിയമ്മ ഈ പറഞ്ഞത് കല്യാണിയമ്മയ്ക്ക് കളിക്കാൻ പോകണം. അപ്പം കല്യാണിയുടെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, 2-3 ഫാമിലിയിലെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇവളെന്നോട് പറയില്ല ഏത് എവിടെയാ പോയി കളിക്കുന്നതെന്ന്. അപ്പം ഞാൻ പറയും എവിടെയാണെന്ന് പറയാത്തത് കൊണ്ട് ഞാൻ വിടില്ല എന്ന്. അതിന് എന്നോട് പറഞ്ഞത് അമ്മ ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് കളിച്ചോളാം എന്നാണ് ഈ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ കളിക്കുന്നത് വിഷ്ണുവിൻ്റെയും ബാലാജിൻ്റെയും കൂടെയാണ്. ബാലാജി ഒരു കൊച്ചു കുഞ്ഞാണ്. പിന്നെ മുസാബ് എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ട്. ഇവർ 3 പേരോടും കൂടിയാണ് ഇപ്പൊ എപ്പോഴും കളി. അങ്ങനെ സോയ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നാളത്തേക്കുള്ള കടലയും കൂടി ഒന്ന് വെള്ളത്തിലിട്ടേക്കാന്ന് വെച്ച് അങ്ങനെ കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. ഞാനൊരു 10 മിനിറ്റ് മുമ്പ് വെച്ചതാണ്. അങ്ങനെ കടലയൊക്കെ വെള്ളത്തിലിട്ട് അപ്പോൾ നാളെ പുട്ടും കടലക്കറിയാക്കാമല്ലോ. അപ്പോൾ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചോറും സോയ ഫ്രൈയും കോവയ്ക്ക മെഴുക്കുരട്ടി പിന്നെ പുളിശ്ശേരി. അങ്ങനെ ഇന്നത്തെ ഉച്ചയൂണ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് വേണം കല്യാണി ഫുഡ് എൻ്റെ കുക്കിംഗ് എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ എനിക്ക് കല്യാണിയെ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് ചിലപ്പോൾ വെളിയിൽ തന്നെ ഓടിക്കളിക്കുമായിരിക്കും, അല്ലെങ്കിൽ വെളിയിൽ സൈക്കിൾ ഓട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്കൊന്നും നോക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ കുക്ക് ചെയ്യുന്ന തീരുന്നിടം വരെ ഞാൻ കീ ഇട്ട് ലോക്ക് ചെയ്തിട്ട് കീ മാറ്റി വെക്കും, ഇല്ലെങ്കിൽ താക്കോലിട്ട് തുറന്നിട്ട് പോവുകയാള്. പിന്നെ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട് കല്യാണിയോട് വരുവാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ഇട്ടേക്കണേ എന്ന് ഞാൻ പറയാറുണ്ട്. ചിലപ്പോൾ അവര് ഇവിടെ വന്ന് എല്ലാവരും കൂടി ഇരുന്ന് കളിക്കും, എന്നിട്ട് ഇവർ ഒന്നിച്ചങ്ങ് പോകും അങ്ങോട്ട്.